റൊമേനിയയിലെ ബ്രാസോവ് എന്ന പട്ടണത്തിൽ നിന്നും പിടിച്ച ഒരു ടാക്സിയിൽ ബ്രാൻ കാസിൽ എന്ന ചരിത്ര മന്ദിരത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാൻ. ലോകം മുഴുവൻ ഡ്രാക്കുള കോട്ടയെന്ന് പ്രശസ്തമായ കാസിലാണത്. ടൊഹാനുൾ നൗ എന്നൊരു പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുന്നിൻ മുകളിലെ ചെറിയൊരു പട്ടണമാണ് ടൊഹാനുൾ നൗ. സമ്പന്നരുടേതെന്ന് തോന്നുന്ന വലിയ വീടുകളും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും നിരന്ന കൃഷിയിടങ്ങളും എല്ലാമുള്ള പ്രദേശം. കാർപാത്യൻ പർവ്വതനിരയുടെ നിഴൽ രൂപങ്ങൾ മൂടൽമഞ്ഞിന്റെ നേരിയ മറയ്ക്കപ്പുറം അങ്ങ് ദൂരെ കാണാം. ഈ പ്രദേശങ്ങളിൽ ആധുനിക ഹോട്ടലുകളും റിസോർട്ടുകളും ധാരാളമുണ്ട്. ഇതൊക്കെ ഇവിടെ ഉയർന്നു വരാൻ കാരണം ബ്രാൻ കാസിൽ തന്നെയാണ്. ലോകത്ത് ഏറ്റവും പ്രശസ്തനായ റൊമേനിയൻ കഥാപാത്രം ഡ്രാക്കുള വസിച്ചിരുന്ന കോട്ടയുടെ ഖ്യാതി ലക്ഷക്കണക്കിന് സഞ്ചാരികളെയാണ് ഈ മലമ്പ്രദേശത്തേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. നിരവധിയായ ഹോട്ടലുകൾ. അതിൽ ചിലതിൻ്റെ പേര് തന്നെ ഡ്രാക്കുള എന്നാണ്. ചരിത്രത്തിലും പിന്നീട് സാഹിത്യകൃതിയിലും സ്ഥാനം നേടിയ ഒരു കഥാപാത്രം ഒരു പ്രദേശത്തിന്റെ ഒന്നാകെ ടൂറിസം ഭൂപടം മാറ്റിവരച്ച കഥയാണ് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നേരിൽ കാണാനാവുന്നത്. എന്റെ ഡ്രൈവർ കോൺസ്റ്റാന്റീൻ സന്തോഷവാനാണ്. പ്രതീക്ഷിക്കാത്ത നേരത്താണല്ലോ 180 ലൂവിന്റെ ഓട്ടം കൈവന്നിരിക്കുന്നത്. വീടുകൾക്ക് ചുറ്റുമുള്ള തൊടികളിൽ ഇക്കാണുന്നത് ആപ്പിൾ തോട്ടങ്ങളാണെന്ന് കോൺസ്റ്റാന്റീൻ വിവരിച്ചു തരുന്നുണ്ട്. ടൂറിസം, കൃഷി, കന്നുകാലി വളർത്തൽ, കുടിൽ വ്യവസായങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രശസ്തമാണ് ഈ പ്രദേശം. ദൂരെ മലയുടെ ചുരുവിൽ അതാ നിഴൽ രൂപം പോലെ ആ കോട്ട, ഡ്രാക്കുള കോട്ട. കോൺസ്റ്റാന്റീൻ ഒരിടത്ത് കാർ നിർത്തി. ഇതാണ് ബാല്യകാലം മുതൽ കേട്ടിട്ടുള്ള ഡ്രാക്കുള കഥയിലെ ദുരൂഹതയുണർത്തുന്ന കോട്ട. ബ്രാൻ കാസിൽ എന്ന് ഔദ്യോഗിക നാമമുള്ള ഈ കോട്ടയിലാണ് രക്തപാനി എന്ന് ലോകമെങ്ങും അറിയപ്പെട്ട ഡ്രാക്കുള പ്രഭു ജീവിച്ചിരുന്നത്. സൗകര്യപ്രദമായ ഒരിടത്ത് കോൺസ്റ്റാന്റീൻ കാർ പാർക്ക് ചെയ്തു. ബ്രാൻ എന്ന ഗ്രാമമാണ് ഇത്. മലഞ്ചെരുവിലെ ദുർഗത്തിന് ബ്രാൻ കാസിൽ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ബ്രാൻ പട്ടണത്തിന്റെ സാന്നിധ്യമാണ്. ബ്രാസോവ് പട്ടണത്തിന്റെ അനുബന്ധമായി മധ്യകാലത്ത് വളർന്ന പട്ടണമാണ് ബ്രാൻ. ഇന്ന് 5 ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന ഒരു കമ്മ്യൂണാണ് ഇത്. മലകളിലും താഴ്വരകളിലുമായി 60 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന ബ്രാനിലെ ആകെ ജനസംഖ്യ 6000-ൽ താഴെയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമായുള്ള ഒരു പട്ടണമായി മാറിയിരിക്കുന്നു ബ്രാൻ. വിവിധ വിഭവങ്ങൾ ലഭിക്കുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകൾ, നിരവധി മുറികളുള്ള ഹോട്ടലുകൾ, പഴങ്ങൾ മുതൽ കരകൗശല വസ്തുക്കൾ വരെ നിരത്തിവച്ചിരിക്കുന്ന വഴിയോര കച്ചവടക്കാർ എന്നിങ്ങനെ ടൂറിസത്തെ ഉപജീവിക്കുന്ന കാഴ്ചകളാണ് ഈ പട്ടണത്തിൽ എങ്ങുമുള്ളത്. വഴിയോരത്തെ ഒരു പ്രധാന വിൽപ്പന വസ്തു വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരം ചീസും സോസേജും ചോക്ലേറ്റുമെല്ലാമാണ്. പലതരം പാൽക്കട്ടി ഇങ്ങനെ നിരത്തിവെച്ച് ചില വൃദ്ധർ ഇരിക്കുന്നു. അത് മുറിച്ച് സാമ്പിൾ തരും. പല രുചികളിലുള്ളതാണ്. കാർപാത്യൻ മലഞ്ചെരുവിലെ കർഷക ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന ശുദ്ധമായ ചീസ്. പലരും രുചി പരിശോധിക്കുന്നുണ്ട്. ഞാനും ചിലതൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല രുചിയാണ്. പക്ഷേ അത് വാങ്ങുക എൻ്റെ ലക്ഷ്യമല്ല. നടത്തം തുടരുകയാണ്. അങ്ങ് ദൂരെ മലഞ്ചെരുവിൽ ബ്രാൻ കാസിൽ കാണാം. ബ്രാൻ പട്ടണത്തിന്റെ പ്രധാന ഭാഗമാണ് ഇവിടം. ട്യൂട്ടോണിക് പ്രഭുക്കന്മാരുടെ കാലത്ത് 13-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയൊരു പട്ടണം ഇവിടെ വികസിക്കുന്നത്. അക്കാലത്ത് മരം കൊണ്ട് നിർമ്മിച്ച വലിയൊരു കോട്ട ബ്രാനിൽ ഉണ്ടായിരുന്നു. മംഗോളിയരുടെ യൂറോപ്യൻ പടയോട്ടക്കാലത്ത് ആ കോട്ട അഗ്നിക്കിരയായി. പിന്നീട് ഹംഗേറിയൻ ചക്രവർത്തി സിഗിസ്മണ്ടിന്റെ കാലത്താണ് മറ്റൊരു കോട്ട നിർമ്മിക്കുന്നത്. അന്ന് കോട്ടയ്ക്ക് സമീപമായി വളർന്ന പട്ടണമാണ് ഇക്കാണുന്ന ബ്രാൻ. പട്ടണത്തിൽ ഇങ്ങനെ ചില സുവനീർ ചന്തകളുണ്ട്. വിശാലമായ ഒരു പ്രദേശത്തൊന്നാകെ കൗതുക വസ്തുക്കളും റൊമേനിയൻ തനതുൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകൾ. സുവനീർ എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളല്ല ഇവിടെ. റൊമേനിയയിൽ മാത്രമുണ്ടാക്കിയ വസ്തുക്കൾ. പലതും കുടിൽ വ്യവസായമായി നിർമ്മിച്ചതാണ്.
ലോക സുവനീർ വിപണി ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൈയടക്കിയതാണ് സമീപകാലത്തെ യാത്രകളിൽ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു വസ്തുത. എന്നാൽ ഇവിടെ റൊമേനിയയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇന്നാട്ടിലെ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. വിവിധതരം ചീസുകൾ, പഴസത്തുകൾ, ബാർബിക്യൂ ചെയ്യാനുള്ള വളർത്തുമാൻ മാംസം വരെയുണ്ട്. ഷോപ്പിംഗിന്റെ വലിയൊരു ലോകം. ഉൽപ്പന്നങ്ങൾക്കെല്ലാം വലിയ വിലയാണ്. അതിഗംഭീരമായ ഒരു മാർക്കറ്റാണ് കാർപാത്യൻ മലഞ്ചെരുവിൽ ഡ്രാക്കുള കോട്ടയുടെ സമീപത്തായി ഇവിടെയുള്ളത്. തടിയിൽ കൊത്തിയെടുത്ത മഗ്ഗും കുഞ്ഞുങ്ങൾക്കുള്ള രോമക്കാലുറയും വരെയുണ്ട്. മിക്ക വസ്തുക്കളുടെയും തീം ബ്രാൻഡ് കാസിൽ തന്നെയാണ്. വേനൽക്കാലത്ത് ഓരോ ദിവസവും 10,000-കണക്കിന് സന്ദർശകരെത്തുന്ന പട്ടണമാണ് ബ്രാൻ. ഡ്രാക്കുള എന്ന കഥാപാത്രത്തിന്റെ പേരിൽ പ്രശസ്തിയിലേക്ക് വളർന്ന പട്ടണം. വിന്ററിലെ വിരസമായ ഈ ദിനത്തിലെ പുലർക്കാലത്തു പോലും കുറേയേറെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരം 11 മണിയാവുന്നതേയുള്ളൂ. സുവനീർ കടകളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും ദൂരെ കാസിൽ കാണാം. അവിടേക്കാണ് ഇനി എനിക്ക് നടക്കേണ്ടത്. ഒരു ചെറിയ കുന്നുകയറിയാൽ കാസിലേക്ക് എത്താം. ഇതാണ് ബ്രാൻഡ് കാസിലേക്കുള്ള പടിപ്പുര. പട്ടണത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി കാസിലിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തു വേണം നടത്തം തുടരാൻ. 30 ലീവ് ആണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുക്കുന്നിടം വരെ കോൺസ്റ്റാന്റീൻ എന്റെ കൂടെ വന്നിരുന്നു. 1 മണിക്കൂറിനകം തിരികെ എത്തണമെന്ന് നിർദ്ദേശിച്ചാണ് അവൻ എന്നെ കാസിലേക്ക് യാത്രയാക്കുന്നത്. മല കയറി തുടങ്ങുമ്പോൾ താഴ്വാരത്ത് കുന്നിൻ ചെരുവിൽ ചെറിയ വീടുകളും മധ്യകാലത്തെ എന്തെല്ലാമോ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളുമെല്ലാം കാണാം. ഇവിടെ കാസിലിന്റെ കോമ്പൗണ്ടിനകത്തുമുണ്ട് സുവനീർ ഷോപ്പുകൾ. ദരിദ്ര രാജ്യമാണെങ്കിലും സുവനീർ ഷോപ്പുകൾക്കും അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിക്കുമെല്ലാം ഇവിടെ ഒരു പ്രൊഫഷണലിസം കാണാനാവും. കുന്നുകയറി തുടങ്ങുകയായി. കല്ല് വിരിച്ച് മനോഹരമാക്കിയ ഒരു റാമ്പ്. നേരെ മുന്നിൽ കോട്ട. അതിലേക്ക് നടക്കുമ്പോൾ ബ്രാൻഡ് കാസിലിന്റെ ചരിത്രമായിരുന്നു എൻ്റെ ചിന്തയിൽ. ഈ പ്രദേശം ഭരിച്ചിരുന്ന വ്ലാഡ് മൂന്നാമനാണ് ബ്രാം സ്റ്റോക്കറുടെ നോവലിൽ ഡ്രാക്കുള പ്രഭുവായി വരുന്നതെങ്കിലും അദ്ദേഹം ബ്രാൻഡ് കാസിലിൽ ദീർഘകാലം വസിച്ചത് സംബന്ധിച്ച് ചരിത്രരേഖകളൊന്നുമില്ല. കൂടുതൽ കാലവും യുദ്ധരംഗത്തും തടവറകളിലുമായിരുന്നു വ്ലാഡിന്റെ ജീവിതം. 1212 ട്യൂട്ടോണിക് പ്രഭുക്കന്മാർ നിർമ്മിച്ച മരക്കോട്ടയിൽ നിന്നുമാണ് ബ്രാൻഡ് കാസിലിന്റെ ചരിത്രം തുടങ്ങുന്നത്. മധ്യകാലം യൂറോപ്പിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള രക്തരൂഷിതമായ പോരാട്ടങ്ങളുടെ കാലം കൂടിയായിരുന്നു. മംഗോളിയയിൽ നിന്നും തുർക്കിയിൽ നിന്നുമെല്ലാം നേരിട്ട ആക്രമണങ്ങൾ വേറെ. ബ്രാൻഡ് പ്രദേശത്തെ ആദ്യ മരക്കോട്ട മംഗോളിയന്മാരാണ് അഗ്നിക്കിരയാക്കിയത്. ഹംഗറിയിലെ ലൂയിസ് ഒന്നാമൻ രാജാവ് 1377 ജർമാനിക് ഗോത്രത്തിലെ സാക്സൺ പ്രഭുക്കൾക്ക് ബ്രാനിൽ ഒരു ദുർഗം പണിയുന്നതിനുള്ള അനുമതി നൽകിയതോടെയാണ് ഇക്കാണുന്ന ബ്രാൻഡ് കാസിലിന്റെ ചരിത്രം തുടങ്ങുന്നത്. കാസിലിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. സഞ്ചാരത്തിന്റെ മുൻ എപ്പിസോഡുകളിൽ പല കാസിലുകളും സന്ദർശിച്ചപ്പോൾ ഡ്രാക്കുള കോട്ട പോലൊരു കാസിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആലങ്കാരികമായ ഒരു താരതമ്യമായിരുന്നു അത്. എന്നാൽ ഇതാ ഇപ്പോൾ ശരിക്കുമുള്ള ഡ്രാക്കുള കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നു. ടൂറിസത്തിന്റെ ഓഫ് സീസണായിട്ടും ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലനിരകളിലെ വലിയൊരു പാറക്കെട്ട്. അതാണ് കാസിൽ പണിയാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടം. താഴ്വരയിലൂടെ പാത. ട്രാൻസിൽവേനിയയ്ക്കും വലാക്കിയയ്ക്കും ഇടയിൽ നീങ്ങുന്ന വർത്തക സംഘങ്ങളിൽ നിന്ന് കപ്പം പിരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു ഇത്. സാക്സൺ പ്രഭുക്കന്മാർ സ്വന്തം പണവും തൊഴിലാളികളെയും ഉപയോഗിച്ചാണ് ഹംഗറിയുടെ അധീന പ്രദേശമായിരുന്ന ഇവിടെ കാസിൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രം. യൂറോപ്പിലെ മറ്റു പല കാസിലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു നിർമ്മിതിയൊന്നുമല്ല ഇത്. പാറക്കെട്ടിന് മുകളിലാണ് പണിതിരിക്കുന്നത് എന്നതിനാൽ നിയതമായൊരു രൂപഘടനയോ ഡിസൈനോ ഒന്നും ഇതിനില്ല. പരുക്കൻ ഭാവമാണ് ഇത്തരം കാസിലുകളുടെ എല്ലാം മുഖമുദ്ര.
പടവുകളിലൂടെ ദുർഗത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് നടക്കുകയാണ് ഞാൻ. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലെ സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട് ഈ കാസിൽ. രക്തരക്ഷസായ ഡ്രാക്കുളയുടെ നോവൽ എഴുതിയ ബ്രാം സ്റ്റോക്കർ ഒരിക്കൽ പോലും ഈ കാസിൽ സന്ദർശിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാസിൽ മാത്രമല്ല, റൊമേനിയ എന്ന രാജ്യത്തേക്ക് പോലും ഒരിക്കൽ പോലും അദ്ദേഹം വന്നിരുന്നില്ല. പടവുകൾ കയറി ആദ്യമെത്തുന്നത് കാസിലെ ഗാർഡ് റൂമിലേക്കാണ്. ഇപ്പോഴിവിടെ ഡ്രാക്കുള സിനിമകളുടെ പോസ്റ്ററുകളും മറ്റുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാസിൽ ആകെ തന്നെ ഇന്നൊരു മ്യൂസിയമാണ്. ഗാർഡ് റൂമിൽ നിന്നും വാതിൽ കടന്നെത്തുന്നത് പല വഴികൾ പിരിഞ്ഞു പോകുന്നിടത്തേക്കാണ്. ഇവിടെ നടുമുറ്റത്തിന് സമാനമായ ഒരു ഭാഗമുണ്ട്. മലയുടെ കിടപ്പനുസരിച്ച് നിർമ്മിതമായ കെട്ടിടം. താഴെ നിന്ന് കണ്ടതിലും വിപുലമാണ് ബ്രാൻഡ് കാസിൽ എന്ന് ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്. തെല്ലൊരു ദുരൂഹത ഉണർത്തുന്ന ഡ്രാക്കുള കോട്ട. രാത്രിയിൽ ഇവിടെ പെട്ടുപോകുന്ന ഏതൊരാളും ഭയന്നു പോവുക തന്നെ ചെയ്യും. പകൽ നേരത്ത് വെളിച്ചവും ആൾത്തിരക്കുമെല്ലാം ഉള്ളതിനാൽ കോട്ടയുടെ ദുരൂഹഭാവം പൂർണ്ണമായും അനുഭവിക്കാനാവില്ല. ഫസ്റ്റ് ഫ്ലോർ ലോബി എന്നറിയപ്പെടുന്ന ഇടമാണ് ഇത്. പല ഭാഗത്തായി നിരവധി മുറികളുണ്ട് കോട്ടയിൽ. ഇത്തരത്തിലുള്ള ഓരോ മുറിക്കും ഓരോ കഥയുമുണ്ട്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബ്രാൻഡ് കാസിൽ റൊമേനിയൻ രാജകുടുംബത്തിന്റെ വാസഗേഹമായിരുന്ന കാലത്ത് മേരി രാജ്ഞിയുടെ കിടപ്പറയായിരുന്നു ഇത്. 1938 മുതൽ 1947 വരെയുള്ള കാലത്ത് മേരി രാജ്ഞിയുടെ മകളും ഓസ്ട്രിയയിലെ പ്രഭുവുമായിരുന്ന എലീന ഈ ബെഡ്റൂം ഉപയോഗിച്ചിരുന്നു. 1920 റൊമേനിയൻ രാജകുടുംബം ബ്രാൻഡ് കാസിലേക്ക് താമസം മാറ്റിയത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അവരുടെ ഒരു സുരക്ഷിത കേന്ദ്രം കൂടിയായിരുന്നു ഈ ദുർഗം. 1948 റൊമേനിയയുടെ അധികാരത്തിൽ നിന്നും രാജകുടുംബത്തെ പുറത്താക്കിയ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അവരെ ഈ കാസിൽ നിന്ന് കുടിയിറക്കുകയും കാസിൽ ഗവൺമെന്റ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ ഇതിനെ പൂർണ്ണമായും അവഗണിച്ചു. ആവശ്യമായ സംരക്ഷണ നടപടികളൊന്നുമില്ലാത്തതിനാൽ കാസിൽ ജീർണാവസ്ഥയിലായത് ഇക്കാലത്താണ്. കമ്മ്യൂണിസ്റ്റുകളെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ജനകീയ വിപ്ലവ നേതാക്കൾ കാസിൽ രാജകുടുംബത്തിന് തിരികെ നൽകാൻ തീരുമാനിച്ചു. അതിനായി 2005 റൊമേനിയൻ ഗവൺമെന്റ് ഒരു പ്രത്യേക നിയമം തന്നെ പാസാക്കിയിരുന്നു. രാജകുടുംബം ഇവിടെ വസിച്ചിരുന്ന കാലത്തെ ഡൈനിങ് റൂമാണ് ഇത്. അത് കടന്ന് മറ്റൊരു മുറിയിലേക്ക്. യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജവംശമായിരുന്നു 1920 മുതൽ 27 വർഷക്കാലം ഇവിടെ വസിച്ചിരുന്ന റൊമേനിയൻ രാജവംശം. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച രാജകീയ മേശയും ഇരിപ്പിടങ്ങളും. ബ്രാൻ എന്നത് സാമാന്യം വലിയൊരു ജനവാസ പ്രദേശമാണെന്ന് ഈ ജാലക കാഴ്ച വ്യക്തമാക്കി തരുന്നു. കാർപാത്യൻ മലനിരയുടെ ഒരു ചെരുവിലാണ് കാസിൽ. കേട്ടറിഞ്ഞിരുന്നതുപോലെ പർവ്വതത്തിന്റെ നിഗൂഢമായ ഭാഗത്തൊന്നുമല്ല ഡ്രാക്കുള കോട്ട. ഇവിടെ വീതി കുറഞ്ഞ ഒരു മരവാതിലുണ്ട്. അത് കിടന്നാൽ ഏതാണ്ട് രഹസ്യ സ്വഭാവമുള്ള ഒരു പടിക്കെട്ടിലേക്കെത്തുന്നു. സീക്രട്ട് സ്റ്റെയർ കേസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന മുകൾ നിലയിലേക്കുള്ള ഏക മാർഗം ഇതായിരുന്നു. തുരങ്ക വഴിയിലൂടെ കയറിയെത്തുന്നത് മ്യൂസിക് ഹാൾ ആൻഡ് ലൈബ്രറി എന്നറിയപ്പെടുന്ന ഒരു ഹാളിലേക്കാണ്. കാസിലെ സംഗീതശാലയായിരുന്നു ഇവിടം. വലാക്കിയൻ കാർപ്പറ്റ്, ഡ്രസ്ഡണിൽ നിർമ്മിച്ച പിയാനോ, പഴയകാല ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 1 നൂറ്റാണ്ട് പഴക്കമുള്ള അലമാരകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ ഒരു രാജ്യം ഭരിച്ച രാജകുടുംബത്തിന്റെ സൗകര്യങ്ങൾ ഇതിലൊക്കെ ഒതുങ്ങി നിന്നു എന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ കൗതുകമുള്ള ഒരു കാര്യമാണ്. ലൈബ്രറിയിൽ നിന്നും ബാൽക്കണി പോലുള്ള ഒരു തുറന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബ്രാൻഡ് കാസിലിന്റെ ഏകദേശമായ ഒരു രൂപം വ്യക്തമാവുന്നു.
കാർപ്പാത്തിൻ മലയിലെ തന്റെ കോട്ടയുടെ നിലവറയിൽ പകൽ നേരത്ത് ശവപ്പെട്ടിക്കുള്ളിൽ നിസ്സഹായനായി കഴിയുന്ന ആളാണ് ബ്രാം സ്റ്റോക്കർ തന്റെ നോവലിൽ അവതരിപ്പിച്ച ഡ്രാക്കുള. രാത്രിയിൽ ശവപ്പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഡ്രാക്കുള പ്രഭു സുന്ദരിമാരായ യുവതികളുടെ രക്തം ഊറ്റിക്കുടിക്കുന്നു. രക്തം നഷ്ടപ്പെട്ട് യക്ഷികളായി മാറുന്ന യുവതികൾ ഈ കൊട്ടാരത്തിൽ ഡ്രാക്കുളയുടെ അടിമകളെപ്പോലെ വിഹരിക്കുന്നു. പ്രഭുവിനെക്കുറിച്ചറിഞ്ഞ ജോനാഥൻ എന്നയാൾ ഈ കോട്ടയിലെത്തുന്നതും അദ്ദേഹത്തോടൊപ്പം പ്രഭു നഗരത്തിലെത്തുന്നതും ജോനാഥന്റെ വേണ്ടപ്പെട്ടവരെ തന്നെ തന്റെ രക്തദാഹത്തിന് ഇരയാക്കുന്നതും ഒടുവിൽ സാഹസികരായ ഒരു സംഘം യുവാക്കൾ കുരിശും വെളുത്തുള്ളി പൂക്കളും കൊണ്ട് ആ രക്തരക്ഷസിനെ അവസാനിപ്പിക്കുന്നതുമാണ് ഡ്രാക്കുള എന്ന സാഹിത്യ സൃഷ്ടിയുടെ സാരം. മുകളിൽ ടെറസ് എന്ന ഭാഗത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള കാലത്ത് കാസിൽ പുതുക്കിപ്പണിത കാലത്ത് നിർമ്മിച്ചതാണ് ഈ ടെറസ്. ഇവിടെ നിൽക്കുമ്പോൾ താഴ്വാരത്തെ പാത കാണാം. പഴയ പാണ്ഡികശാലകളും കസ്റ്റംസ് ഹൗസുമെല്ലാമാണ് പാതയോരത്ത്. ഇപ്പോൾ പ്രതിവർഷം 5 ലക്ഷത്തിലേറെ ആളുകൾ ബ്രാൻ കാസിൽ കാണാൻ വരുന്നുണ്ടെന്നാണ് കണക്ക്. ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള കരകൗശല വസ്തു നിർമ്മാണം മുതൽ ഹോട്ടൽ ജോലികൾ വരെ ഇന്ന് ബ്രാൻ നിവാസികളുടെ വരുമാന മാർഗങ്ങളാണ്. ബ്രാം സ്റ്റോക്കറുടെ നോവൽ തന്നെയാണ് ഏറ്റവും അധികം സഞ്ചാരികളെ ബ്രാൻ കാസിലേക്ക് ആകർഷിക്കുന്ന ഘടകം. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ബ്രാം സ്റ്റോക്കർക്ക് പ്രചോദനമായ വ്ലാഡ് മൂന്നാമൻ ഡ്രാക്കുൾ കന്യാരക്തം ഊറ്റിക്കുടിക്കുന്ന നീചനായിരുന്നില്ല. ഭീകരമായ പീഡന വഴികളിലൂടെ കടന്നുവന്ന ആ രാജാവ് യുദ്ധരംഗത്ത് അതിക്രൂരമായി പെരുമാറിയിരുന്നു എന്നത് യാഥാർത്ഥ്യം. അടുത്തതായി എത്തിയിരിക്കുന്നത് നിക്കോളാസ് രാജകുമാരന്റെ മുറിയിലേക്കാണ്. രാജകുമാരൻ ഉപയോഗിച്ചിരുന്ന കഠാരകളും മറ്റും ഒരു ഭാഗത്ത് ചില്ലിട്ട് വെച്ചിരിക്കുന്നു. ഡ്രാക്കുള കഥയിലെ പശ്ചാത്തലമായതു തന്നെയാണ് ഈ കാസിലിനെ ഇന്ന് ഏറ്റവും പ്രശസ്തമാക്കുന്നത്. ഇതിലും വലിയ എത്രയോ കാസിലുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലിയ പ്രശസ്തിയൊന്നും ലഭിക്കാതെ ഇന്നും നിലകൊള്ളുന്നുണ്ട്. കഥയിലെ കൗതുകം തന്നെയാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടുത്തെ ഓരോ ഉപകരണങ്ങൾ പോലും ഡ്രാക്കുള കഥയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതൊന്നും കാണാതെയാണ് ചിത്രകാരന്മാർ ഡ്രാക്കുള കഥകൾക്ക് ചിത്രങ്ങൾ വരച്ചു തന്നതും ശ്രദ്ധേയമാണ്. അതാകട്ടെ ഇവിടെ കാണുന്ന ഉപകരണങ്ങളോടും മുറികളോടും സാദൃശ്യമുള്ളവ തന്നെയായിരുന്നു. റൊമേനിയൻ രാജകുടുംബം ഇവിടെ വസിച്ചിരുന്നപ്പോൾ അതിഥികൾക്ക് ഉല്ലാസത്തിനായി നീക്കിവച്ചിരുന്ന മുറിയാണ് ഇത്. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് റീജൻസി ശൈലിയിലുള്ള ഗെയിം ടേബിളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. അവിടെ നിന്നും മരകോവണിയിലൂടെ ഞാൻ താഴേക്കിറങ്ങുകയാണ്. ദുരൂഹതയുണർത്തുന്ന പിരിയൻ ഗോവണികൾ. ഡ്രാക്കുള കോട്ട എന്ന വിശേഷണം ഇതിന് ചേരുന്നത് തന്നെ. ആദ്യമായി കാസിലിൽ കിടക്കുന്ന ഒരാൾ വഴിതെറ്റി പോകുന്ന തരത്തിലുള്ള ഉൾപ്പിരിവുകളും ഇടനാഴികളുമാണ് കാസിലിൽ എവിടെയുമുള്ളത്. ഇവിടെ ഒരു ഹാളിൽ മധ്യകാലത്തെ ആയുധങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വാളും മഴുവും മുൾഗതയും കുന്തവുമെല്ലാമുണ്ട്. തോക്കും പീരങ്കിയും രംഗപ്രവേശം ചെയ്യും മുൻപ് യൂറോപ്പിന്റെ പടനിലങ്ങളിൽ പ്രയോഗിക്കപ്പെട്ട ആയുധങ്ങൾ ഇതെല്ലാമായിരുന്നു. യോദ്ധാക്കളുടെ പോർച്ചട്ടയാണ് ഇത്. വാളും കുന്തവും കൊണ്ട് നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലായതിനാൽ അവയെ പ്രതിരോധിക്കാൻ ഇത്തരം ഉരുക്കുചട്ടകളും ഹെൽമറ്റും ആവശ്യമായിരുന്നു. ഇത് ബ്രാൻ കാസിൽ ആസ്ഥാനമാക്കി റൊമേനിയ ഭരിച്ച ഫെർഡിനൻഡ് ഒന്നാമൻ രാജാവിന്റെ ബെഡ്റൂമായിരുന്നു. 1914 മുതൽ 1927 വരെയായിരുന്നു ഫെർഡിനൻഡ് ഒന്നാമന്റെ ഭരണകാലം. ഫെർഡിനൻഡ് രാജാവിന്റെ സലൂണായിരുന്നു തൊട്ടടുത്ത് തന്നെയുള്ള ഈ മുറി. ബ്രാൻ കാസിൽ എലിയാന പ്രഭുയുടെ അധീനതയിൽ വന്ന കാലത്ത് അവർ ഇത് കുട്ടികളുടെ കളിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന ടോയ് റൂമാക്കി മാറ്റിയിരുന്നു. അടുത്ത മുറിയിൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വസ്ത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും സാധാരണ നേരങ്ങളിലും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോഴും അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ പ്രത്യേകമായുണ്ട്. തുണി കൊണ്ടുള്ളതും തുകൽ കൊണ്ടുള്ളതും ആയുധങ്ങളോട് കൂടിയതുമെല്ലാം വസ്ത്രശേഖരത്തിൽ ഉൾപ്പെടുന്നു.
പടവുകൾ ഇറങ്ങിയെത്തുന്നത് പലതരം പരിചകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന മുറിയിലേക്കാണ്. രാജകുടുംബത്തിന്റെ കോട്ട് ഓഫ് ആംസും അവയിലുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് വ്ലാഡ് മൂന്നാമൻ എന്ന ഡ്രാക്കുള പ്രഭു. തുർക്കികളിൽ നിന്നും നിരവധിയായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹം പ്രതികാരദാഹിയായാണ് വളർന്നത്. അധികാരം പിടിച്ചെടുത്തപ്പോൾ ക്രൂരമായ ശിക്ഷാവിധികളിലൂടെ അദ്ദേഹം ശത്രുക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കി. ചരിത്രത്തെ ചോരയിൽ മുക്കിയ ആ ഭരണാധികാരി ബ്രാം സ്റ്റോക്കറുടെ തൂലികയിൽ കന്യാരക്തം ഊറ്റിക്കുടിക്കുന്ന നീച കാമമൂർത്തിയായി. ആ കഥയോർത്തുകൊണ്ട് ബ്രാൻ കാസിൽ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്.